താനെന്താ നേരത്തെ കടന്നു കളഞ്ഞത്? ഇതിനകത്ത് അടിച്ചിട്ട് എന്തോ ചെയ്യുവാ? മുട്ട ഇരിക്കുന്നു. നല്ലൊരു ട്രീറ്റ് കളഞ്ഞു വിളിച്ചില്ലേ? ആരുടെ ട്രീറ്റ് ആയിരുന്നു? ഇന്നലെ നിന്നോട് വോട്ട് ചോദിച്ചില്ലേ? ആ തനിനിറം ബാലേന്ദ്രൻ. ഹി വാസ് മൈ വ്യക്തി ടുഡേ. ഞാൻ ഇന്ന് മുഖം കഴിയിട്ട് വരാം, എന്നിട്ട് കാപ്പി കുടിക്കുമ്പോ. താനെന്താ വായിക്കുന്ന ഇത്ര സീരിയസ് ആയി? ടെക്സ്റ്റ് ആണോ? വേരുകൾ. നടക്കട്ടെ നടക്കട്ടെ. തന്റെ തല മുഴുവൻ ഈ ലോകത്ത് നടക്കാത്ത സ്വപ്നങ്ങളും കഥകളും ആണല്ലോ. എന്താ മൗനം? ചെക്കന്മാർ വല്ല കമന്റ് പഠിച്ചോ? തന്റെ ഈ ഗ്ലൂമി മൂടൊന്ന് മാറ്റാൻ നോക്കട്ടെ. വൈകുന്നേരം നമുക്ക് ടൗൺ ഹാളിൽ പോണം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ല എന്റെ കസിൻ പ്രദീപ് കക്ഷിന്ന് അവിടെ കവിത വായിക്കുന്നുണ്ട്. ഞാനില്ല. കവിത തനിക്കും പ്രിയപ്പെട്ടാണല്ലോ. എങ്കിലും ഞാനില്ല. താൻ വന്നില്ലെങ്കിലും ഞാൻ പോവും. എന്നത്രയ്ക്കാണോ? ഏയ് അല്ല, 1-2 നോവലുകൾ എടുക്കാനാണ്. ഇരിക്കൂ. ഏതൊക്കെയാ പുതിയത്? മുട്ടത്തോർഗർ സെക്ഷൻ ആണെങ്കിൽ ഇതാ അവിടെയുണ്ട്. യു ക്യാൻ സെലക്ട് ബെസ്റ്റ് അല്ലേ? ഏയ് എനിക്കല്ല, രമണിക്ക. ഞാനിതൊന്നും വായിക്കാറില്ലെന്ന് പ്രദീപിന് അറിയില്ലേ? ഓ, ഞാൻ ഈ കുട്ടിയെ പരിചയപ്പെടുത്താൻ മറന്നു. പേര് രമണി. എങ്ങനെ അറിയാം? വത്സവനല്ലേ ഇപ്പൊ രമണി എന്ന് പറഞ്ഞത്? ഞങ്ങൾ രണ്ടാളുമാ അന്ന് കവിത കേൾക്കാൻ വന്നത്. എനിക്കിഷ്ടം ഉണ്ടായിട്ടില്ല. ഈ കുട്ടിയുടെ ബോർ മാറ്റാൻ ഞാൻ കണ്ടുപിടിച്ചൊരു ചേഞ്ച്. അതിന് കവിത വല്ല ഡാബർ പ്രാവശ്യമാണ്. പ്രദീപിനെ പോലെ തന്നെ സംസാരിക്കുന്നതിൽ പിശുക്കുകാരിയാ രമണിയും. റൂംമേറ്റ് ആയതുകൊണ്ടാവാം എന്നോട് സംസാരിക്കും. കഥയും നോവലും വായിക്കുന്നവർക്ക് പുതിയ ആളുകളോട് സംസാരിക്കാൻ നാണക്കേടായിരിക്കും അല്ലേ? ചുറ്റും ശബ്ദങ്ങളല്ലേ, അപ്പോ ചിലരുടെ നിശബ്ദതയ്ക്ക് അർത്ഥമുണ്ടാവും. ആ പുസ്തകം തരാത്ത എന്താ? ടീച്ചർ ഇന്നും ചോദിച്ചു. കടം വാങ്ങിയ പുസ്തകങ്ങൾ തിരിച്ചു കൊടുക്കാൻ ഞാൻ ഒരു പൊതുയോഗം വിളിച്ചു കൂട്ടുന്നുണ്ട്. അവിടെ വരൂ, കൈപ്പറ്റാം. മതി മതി, ഇനി എനിക്ക് അബദ്ധം പറ്റാതെ നോക്കാം. കാപ്പി വാങ്ങിത്തരാൻ ഉദ്ദേശമുണ്ടോ? ഇല്ലെങ്കിൽ എനിക്ക് പോകണം. പ്രദീപിന്റെ കവിത ഈ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ചില വരികൾ മുറിയിൽ മൂളി നടക്കുന്നത് കേൾക്കാം. സർ, 3 ഓറഞ്ച് ജ്യൂസ്. എനിക്ക് ജ്യൂസ് വേണ്ട. പിന്നെന്താ, റം വേണോ? ഒരു സ്ട്രോങ് ടീ. ഹലോ, വരുന്നു. പ്രൊഫസർ PG മേനോൻ. പ്രൊഫസറുടെ കീഴിൽ പ്രദീപ് റിസർച്ച് തുടങ്ങിയിട്ട് 3 വർഷമായി. ഇപ്പോഴും തുടങ്ങിയെടുത്ത് തന്നെയാ നിൽക്കുന്നത്. പ്രൊഫസർ എന്താ പറഞ്ഞത്? ഒരു പൈന്റ് വിസ്കി വീട്ടിലുണ്ട്, കമ്പനി ചേരാൻ ചെല്ലുന്നു. പോകുന്നോ?
വെറുതെ കിട്ടുന്ന അവസരങ്ങൾ ആരെങ്കിലും പാഴാക്കൂ? ദേ, ഇതൊന്നും കൂട്ടുകാരോട് പോയി അടിച്ചേക്കരുത്. കുടിക്കാം, അത് ആളുകൾ അറിയുന്നതിനെന്താ? വെറുതെ പ്രൊഫസറെ വലിച്ചേക്കേണ്ടെന്ന് വെച്ച് പറഞ്ഞതാ. എനിക്ക് മദ്യപാനം രഹസ്യമല്ല. വത്സ വർഗീസിന് വിസിറ്റർ. വത്സ കുളിക്കുന്നു. നല്ല കവിതകളുടെ കളക്ഷൻ. ഇതിൽ ഞാനൊന്ന് ചൊല്ലിയ കവിതയുമുണ്ട്. ഹായ് പ്രദീപ്, എന്ത് തോന്നി ഇതിലെങ്ങനെ വരാൻ? വീട്ടിൽ ചെല്ലണമെന്ന് അച്ഛന്റെ കത്ത് വന്നിരിക്കുന്നു. ഓ, മഹാത്ഭുതങ്ങളിൽ ഒന്നുകൂടി കേൾക്കട്ടെ. എനിക്ക് പോകാൻ പറ്റില്ല. വത്സ പോകുന്നുണ്ടെങ്കിൽ എന്താ വിവരം അറിഞ്ഞു വരും. എന്നെ കൊണ്ടാവില്ല. കഴിഞ്ഞ തവണ ചെന്നപ്പോ അങ്കിളിന്റെ ചീത്ത ഞാനാ കേട്ടത്. അവിടെ നിൽക്കേ, ഞാൻ കൂടെ വരാം. ഒരു തവണ കൂടി ഞാൻ അങ്കിളിനെ പോയി കാണാം. മണിയോട് ഒപ്പിട്ട് വാങ്ങിക്കുന്ന ആൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ അങ്കിളിനോട് പറയാം. എനിക്ക് കമ്മീഷൻ തന്നാ മതി. നമുക്ക് ഇവർക്കൊരു കല്യാണം ആലോചിക്കാം. നീ തന്നെ ജീവിതം സന്ധ്യേ, നീ തന്നെ മരണവും സന്ധ്യേ, നീ തന്നെ ഇരുളുന്നു, നീ തന്നെ മറയുന്നു, നീ തന്നെ സന്ധ്യേ. നീ തന്നെ ജീവിതം സന്ധ്യേ, നീ തന്നെ മരണവും സന്ധ്യേ, നീ തന്നെ ഇരുളുന്നു, നീ തന്നെ മറയുന്നു, നീ തന്നെ സന്ധ്യേ. നിൻ കണ്ണിൽ നിറയുന്നു നിബിഡാന്ധകാരം, നിൻ ചുണ്ടിലുറയുന്നു ഘനശൈത്യഭാരം, നിന്നിൽ പിറക്കുന്നു രാത്രികൾ പകലുകൾ, നിന്നിൽ മരിക്കുന്നു സന്ധ്യേ. പകലായ പകലൊക്കെ വറ്റിക്കഴിഞ്ഞിട്ടും പതിവായി നീ വന്ന നാളിൽ പിരിയാതെ ശുഭരാത്രി പറയാതെ കുന്നിന്റെ ചെരുവിൽ കിടന്നുവോ നമ്മൾ. പിരിയാതെ ശുഭരാത്രി പറയാതെ കുന്നിന്റെ ചെരുവിൽ കിടന്നുവോ നമ്മൾ. പുണരാതെ ചുംബനം പകരാതെ മഞ്ഞിന്റെ കുളിരിൽ കഴിഞ്ഞുവോ നമ്മൾ. വരുമെന്നു ചൊല്ലി നീ ഘടികാര സൂചിതൻ പിടിയിൽ നിൽക്കുന്നില്ല കാലം. പലരുണ്ടു താരങ്ങൾ, അവർ നിന്നെ ലാളിച്ചു പലതും പറഞ്ഞതിൻ ലഹരിയായി തീർന്നുവോ. പറയൂ മനോഹരി സന്ധ്യേ, പറയൂ മനോഹരി സന്ധ്യേ. അറിയുന്നു ഞാനിന്നു നിന്റെ വിഷമൂർച്ചയിൽ പിടയുന്നുവെങ്കിലും സന്ധ്യേ, ചിരിമാഞ്ഞു പോയൊരൻ ചുണ്ടിന്റെ കോണിലൊരു പരിഹാസമുദ്ര നീ കാണും. ചിരിമാഞ്ഞു പോയൊരൻ ചുണ്ടിന്റെ കോണിലൊരു പരിഹാസമുദ്ര നീ കാണും. ഒരു ജീവിതത്തിന്റെ ഒരു സൗഹൃദത്തിന്റെ മൃതിമുദ്ര നീ അതിൽ കാണും. നീ തന്നു ജീവിതം സന്ധ്യേ, നീ തന്നു മരണവും സന്ധ്യേ, നീ തന്നെ ഇരുളുന്നു, നീ തന്നെ മറയുന്നു, നീ തന്നെ സന്ധ്യേ. ഇനിയുള്ള കാലങ്ങൾ ഇതിലേ കടക്കുമ്പൊഴിതുകൂടിയൊന്നോർത്തു പോകും. എരിയാത്ത സൂര്യനും വിളറാത്ത ചന്ദ്രനും വിറയാത്ത താരവും വന്നാൽ, അലറാത്ത കടൽ മഞ്ഞിൽ ഉറയാത്ത മലകാറ്റിലുലയാത്ത മാമരം കണ്ടാൽ, അവിടൻ പരാജയം പണി ചെയ്ത സ്മാരകം നിവരട്ടെ നിൽക്കട്ടെ സന്ധ്യേ. അവിടൻ പരാജയം പണി ചെയ്ത സ്മാരകം നിവരട്ടെ നിൽക്കട്ടെ സന്ധ്യേ. എവിടുന്നു വന്നിത്ര കടുകൈപ്പു വായിലെന്നറിയാതുഴന്നു ഞാൻ നിൽക്കേ. കരിവീണ മനമാകെ എരിയുന്നു പുകയുന്നു, മറയൂ നിശാഗന്ധി സന്ധ്യേ, മറയൂ നിശാഗന്ധി സന്ധ്യേ. ചിറകറ്റ പക്ഷിക്കു ചിറകുമായി നീ ഇനി പിറകെ വരല്ലേ വരല്ലേ. അവസാന യാത്ര പറഞ്ഞു നീ ഇനിയും വരല്ലേ വരല്ലേ.
അവസാന യാത്ര പറഞ്ഞു നീ ഇനിയും വരല്ലേ വരല്ലേ. നീ തന്ന ജീവിതം, നീ തന്ന മരണവും നീ കൊണ്ടുപോകുന്നു സന്ധ്യേ. നീ തന്ന ജീവിതം, നീ തന്ന മരണവും നീ കൊണ്ടുപോകുന്നു സന്ധ്യേ. അവസാനം ഈ യാത്ര അവസാനമല്ലോ. അവസാനം ഈ യാത്ര അവസാനമല്ലോ. അവസാനം ഈ യാത്ര അവസാനമല്ലോ. ഹലോ. കുറെ നാളായല്ലോ കണ്ടിട്ട്. ധ്യാനമോ സഞ്ചാരമോ ഏതായിരുന്നു? ഞാനിന്നലെ വീട്ടിൽ വന്നിരുന്നു, കണ്ടില്ല. നാളെയോ മറ്റന്നാളോ അങ്ങോട്ട് കടക്കും. ഓക്കെ. ഹോസ്റ്റലിലേക്ക് വരുന്നു. വത്സവ്യുണ്ട്. ഇപ്പോഴേതായാലും ഇല്ല. വൈകുന്നേരം വത്സയെ കാണണമെന്ന് പറയും. എവിടെ വെച്ച്? അത് വത്സയ്ക്കറിയാം. വത്സ ലേറ്റായതിൽ സഹീപോ ദേഷ്യപ്പെടുന്നുണ്ടാവും. ആ കുട്ടിക്ക് എപ്പോഴും ഞാൻ അടുത്ത് തന്നെ വേണം. എനിക്കും രമണി ഇഷ്ടമാണ്. ദേ, പിന്നെ കുഴപ്പമുണ്ടാക്കരുത്. പ്രദീപ് ആയതുകൊണ്ടാ ഞാൻ ആ കുട്ടിയെ പരിചയപ്പെടുത്തിയത്. രമണി ഒന്ന് ചിരിച്ചു കാണാൻ വേണ്ടി മാത്രം. വത്സേ, ഞാൻ പറഞ്ഞതിന് മറ്റർത്ഥങ്ങളൊന്നുമില്ല. നീ എന്താ അങ്ങനെ ആലോചിച്ചത്? എന്റെ വിശ്വാസം നഷ്ടപ്പെടുത്താതിരുന്നാ മതി. എന്താ ഇത്രയും താമസിച്ചത്? പ്രദീപിനോട് സംസാരിച്ചിരുന്ന് സമയം പോയതറിഞ്ഞില്ല. ഇന്ന് നല്ല ഫോമിലായിരുന്നു. ഞാനിന്ന് പ്രദീപിനെ കുറെ ചീത്ത പറഞ്ഞു. എന്തിന്? അത് താൻ അറിയണ്ട. രമണി എന്താ ആലോചിക്കുന്നത്? നമുക്ക് പോകാം പ്രദീപ്. കുറച്ചു നേരം കൂടി ഇരിക്കൂ. ഒരിക്കലും മടുപ്പിക്കാത്ത ഒന്നാണ് കടൽ. പല രാത്രികളിലും ഈ വേലിയേറ്റത്തിലുള്ള സംഗീതം കേട്ട് ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇരുന്നാൽ കവിത എഴുതാൻ പറ്റുമോ? ജീവിച്ചിരിക്കുന്ന മഹാന്മാരെ പറ്റി ചരമഗീതം എഴുതി സൂക്ഷിക്കുന്ന മഹാകവികളെ കണ്ടിട്ടില്ലേ? അവർക്കിവിടെ വരണം കവിത എഴുതാൻ. എപ്പോഴും പുസ്തകവും പേനയുമായി പുഴയെയും കടലിനെയും നോക്കി കവിത എഴുതുന്ന സിനിമയിലെ കവികളെ കണ്ടിട്ടില്ലേ? അവർക്കും ഇവിടെ സൃഷ്ടി നടത്താം. എനിക്ക് ദുഃഖമാണ്
എന്ന് വിളിച്ചു കരയുന്ന സർക്കാർ കവികളില്ലേ, അവർക്കും ഇവിടെ വരണം കവിത എഴുതാൻ. നമുക്ക് പോവാം. സമയം ഒരുപാടായി. രമണിക്ക് പേടി തോന്നുന്നുണ്ടോ? ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മറ്റുള്ളവർ നമ്മൾ പ്രേമത്തിലാണെന്നേ പറയൂ. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഞാനങ്ങനെ ആയിക്കൂടാ. എനിക്കത് പാടില്ല. ഈ നിമിഷം നിന്നെ എനിക്ക് എന്റെ കൈകളിൽ ഒതുക്കി നിർത്തണം. ഈ കടലിന്റെ ശബ്ദം കടം വാങ്ങി എനിക്ക് പാടണം. സ്വന്തമാക്കാനല്ല, സ്നേഹിക്കാൻ, സ്നേഹിച്ചു മരിക്കാൻ. പ്രദീപ്, പ്ലീസ് നമുക്ക് പോവാം. കുട്ടികളുടെ അച്ഛനമ്മ എന്താ കരുക? ആ, പ്രഭാകരനും സരസ്വതിയും മലേഷ്യയെ തന്നെ സ്ഥിരതാമസമാക്കിയോ? ഈ സരസ്വതി എങ്ങനെ പിള്ളേരെ കാണാണ്ട് പിരിഞ്ഞിരിക്കുന്നത്? അച്ഛനും അമ്മയ്ക്കും ഇത്തവണ മലേഷ്യയിൽ തന്നെയാണ് ഓണം. ഈ കുട്ടികൾ എങ്ങനെയാ ആ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്നത്? ഉള്ളത് 2 പെൺകുട്ടികളാണെന്നുള്ള ഓർമ്മ അവർക്കില്ലാത്തത് എന്താ? എന്ത് കഷ്ടം, ഇവിടെ ശരിക്കും സമ്പാദിക്കുന്നില്ലേ? കാന്തമൃദുല സ്നേഹമധുമയ ലഹരികളിൽ കാന്തമൃദുല സ്നേഹമധുമയ ലഹരികളിൽ കാന്തമൃദുല സ്നേഹമധുമയ മലരും മലരിഞ്ഞിതളുകളിൽ നിറങ്ങൾ നീന്തി കാന്തമൃദുല സ്നേഹമധുമയ തീരത്തിൻ സ്മരണ
അയ്യേ ഒന്നല്ല ഒന്നും സാരമില്ലെന്ന് ഒന്ന് വീഴാന്നൊക്കെ പറയാൻ സാധാരണയല്ലേ. ആയിക്കോട്ടെ. ചന്ദ്ര, പിള്ളേരെ വന്ന് കാപ്പി കുടിക്ക്. എത്ര നേരമായി? ചന്ദ്ര, നീ ആ പിള്ളേരെ വഷളാക്കുന്നത്. കുറച്ച് വഷളാകട്ടെ അപ്പച്ചി. അല്ല അപ്പച്ചി ഒന്നേരുന്നേ. ഒന്നേരുത്തി. നീ പോടാ നിന്റെ പാട്ടിന്. ആ റെഡിമെയ്ഡ് കാപ്പിയോ? അല്ല കടിക്കാനൊന്നുമില്ലേ? ബിസ്ക്കറ്റ് തരട്ടെ? എങ്കിൽ പിന്നെ കാപ്പി ഒരു മുലക്കുപ്പിയിൽ ഒഴിച്ചു കൊണ്ടുവരുന്നതാ നല്ലത്. നിന്റെ ഈ കുട്ടിക്കളി എന്നാ മാറുന്നത്? സാറേ സ്വല്പം അടിക്കുന്നോ? വേണ്ട. എങ്കിൽ വലിയ സാറ് കഴിക്കേ. വേണ്ട. മമ്മിയുടെ കത്തുണ്ട്. ഇങ്ങതാ. മമ്മി എന്താ കത്തിലെഴുതിയിരിക്കുന്നത്? രമണി നന്നായി പഠിക്കുന്നുണ്ടോ, ഞാൻ പഠിപ്പിക്കുന്നുണ്ടോ എന്നെല്ലാം എഴുതി ചോദിച്ചു. ഞാൻ ഇന്ന് തന്നെ മറുപടി എഴുതും. എന്തെഴുതും? രണ്ടെണ്ണവും പഠിക്കുന്നില്ല, കൊന്ന പോലെ വളരുന്നുണ്ട്. രമണിക്കാണെങ്കിൽ കണ്ണിൽ കാണുന്ന ചവറ് നോവലുകളാണ് വേണ്ടത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ പറയണമല്ലേ, ഇത്ര ചെറുപ്പത്തിലെ അത് കേട്ട് സൂഹിക്കട്ടെ. ഡാഡിക്കും മമ്മിക്കും നമ്മളെ ഇഷ്ടമേ അല്ല. അവർക്ക് ഇങ്ങോട്ട് വന്നാലെന്താ? അവരവിടെ കഴിയുന്നതേ സമ്പാദിക്കാനാ. അവരൊന്നും ഇങ്ങോട്ട് വന്ന് കിട്ടിയാൽ മതിയായിരുന്നു. ഈ തേങ്ങയുടെയും പിണ്ണാക്കിന്റെയും കണക്കെടുത്ത് നിർത്താമല്ലോ. ചന്ദ്രേട്ടനും ഞങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടായോ? ആഹാ, മോള് പ്രായത്തിനൊത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി. ഇരുന്ന് പഠിക്കേ. രണ്ട് ബോർഡ് ആരാ ജയിച്ചത്? ഓ പിന്നെ അടുത്ത ബോർഡ് ഞാൻ കളിക്കും. വേണ്ട, ഞാൻ കളിക്കാം. അത് പറ്റില്ല, ഞാൻ കളിക്കും. കുട്ടി ഒന്ന് പിന്നെ കളിക്കട്ടെ. കളിക്കുന്നേ. നീ എനിക്ക്, ഞാൻ കളിക്കട്ടെ. ഓ, വെറുതെ വഴക്കുണ്ടാക്കാതെ. അടുത്ത ചാമ്പ്യൻ വന്നിരിക്കും. കഴിഞ്ഞ ബോർഡ് ഞാൻ തോറ്റു കൊടുത്തതാ. കുട്ടിയല്ലേ, കളി പഠിക്കട്ടെ എന്ന് വെച്ചു. എന്നാ നോക്കാം. നോക്കുക എന്നും വേണ്ട, തോറ്റത് തന്നെ. ഇതെന്നും പറയുന്നതല്ലേ? ആഹാ, എന്നാ ഇപ്പൊ കാണിച്ചു തരാം. Come on, hurry up. ഇതെന്ന് പഠിച്ചു. ഇപ്പൊ ആരാ ജയിച്ചത്? വിളിക്കുക കാന്താരിയെ. എന്തിനാ എന്റെ കുട്ടി ഈ മഴയത്ത് നനയാൻ പോയത്? പോയി ഈറ മാറൂ. അക്കാലത്തവൾ വരച്ച മറ്റൊരു ചിത്രമായിരുന്നു ഋതുമതിയായ പെൺകുട്ടി. ഒരു പുൽപ്പായിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നു. പാതിയടഞ്ഞ കണ്ണുകളിൽ നിഷ്കളങ്കതയ്ക്കായിരുന്നു ഊന്നൽ. പക്ഷെ ചുണ്ടുകളുടെ കോണിൽ പതിയിരിക്കുന്ന നാണത്തിൽ പൊതിഞ്ഞ ചിരിയിൽ ഞാനും ഒരു പെണ്ണായി എന്ന ഭാവം. കറുത്ത കരയുള്ള മുണ്ടും കറുത്ത പുള്ളികളുള്ള ഇറക്കം കുറഞ്ഞ ജാക്കറ്റും, മാറിൽ കൂമ്പുന്ന യുവത്വം, കവിളുകളുടെ അന്ത്യത്തുടുപ്പിൽ നേർത്ത വിളർച്ച വ്യക്തമാക്കിയിരിക്കുന്നു. അവൾ ഉറക്കമായെന്ന് തോന്നുന്നു. കഴിഞ്ഞ അരമണിക്കൂറായി ഒന്ന് തിരിയാൻ പോലും കഴിയാതെ ഇവിടെ ഇരിക്കുന്ന എനിക്ക്
ഇപ്പൊ രക്ഷപ്പെടാൻ തോന്നുന്നു. ഒച്ചയുണ്ടാക്കാതെ പുറത്തിറങ്ങുകയാണ് വേണ്ടത്. അവൾ വന്നു, അടുത്തു ചേർന്ന് നിന്നു. മയങ്ങി ഉറങ്ങുന്ന പ്രപഞ്ചം, ദൂരെ രാത്രിയുടെ സംഗീതം. അവളുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് അടുത്തു ചേർത്ത് നിർത്തി. മതി ചേട്ടാ, സമയം ഒരുപാടായി, ഞാൻ ഇറങ്ങട്ടെ. വേണ്ട, കുറച്ചുകൂടി ഇരിക്കും ചേട്ടാ. പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല. ഒന്നിങ്ങ് വന്നേ. ഞാൻ പോട്ടെ. നീ പോയി വല്ലതും പഠിച്ചിരമണി. ചന്ദ്രേട്ടൻ എങ്ങനെയാ വീട്ടിലൊറ്റയ്ക്ക് കഴിയുന്നത്? ചന്ദ്രേട്ടൻ എന്താ ഇനിയും കല്യാണം കഴിക്കാത്തത്? ആർക്കറിയാം. വല്യമാനും വല്യമ്മച്ചും മരിച്ചപ്പം മുതൽ അവൻ ഇങ്ങനെ താന്തോന്നിയായി നടക്കാൻ തുടങ്ങിയത്. നീ എന്തിനാ ഇപ്പൊ ഇതൊക്കെ അറിയുന്നത്? എഴുന്നേറ്റ് പോയി വല്ലതും പഠിക്കു വച്ചേ. ചേട്ടനൊന്ന് ഓഫീസിൽ പോയില്ലേ? എന്നും ഓഫീസിൽ പോയിട്ട് എന്താ ഒരു സുഖം? അല്ല, അപ്പച്ചേ പോരും. വൈകുന്നേരം ആവുന്നാ പറഞ്ഞത്. അയ്യടാ, Delta D1 delta D1 by D2 plus delta D3 by D4 is equal to del.
ഒരു പരീക്ഷ കൂടെ കഴിഞ്ഞു. പഠിപ്പിക്കാത്ത ലെസണിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ചേച്ചി. ഞാൻ അതിനും ആൻസർ എഴുതി. ചേച്ചി വരുന്നെങ്കി വാ, ഞാൻ പോന്നു. രമണി, ഇത് തെങ്ങുകയറ്റത്തിന്റെ ബാലൻസ് ഷീറ്റ്. വെട്ടുകാരന്റെ ബാലൻസ് ഷീറ്റ് പുറകെ വരും. സാറിന് എന്ത് പറ്റി? ഇന്നലെ മിന്നാന്നും ചേട്ടൻ എന്താ വരാഞ്ഞ്? ഞാൻ ഓഫീസിൽ ഫോൺ ചെയ്തിരുന്നു. കോളേജിൽ പോകുന്നത് പഠിക്കാനാണോ ഫോൺ ചെയ്യാനാണോ? ഞാൻ ചേട്ടനെയല്ലേ വിളിച്ചത്? എന്നും വിളിക്കും, എപ്പോഴും വിളിക്കും. ഇന്ന് അമ്പലത്തിൽ നിറമാലയല്ലേ? വടക്കയിലെ രാജിയും അവളുടെ ചേച്ചിയും ഒക്കെ ഉണ്ടാവും. എന്തിനാ ചേച്ചി സാരി ഇങ്ങനെ താഴ്ത്തുന്നത്? ഓടിയിടുന്നു. ദീപാരാധനയ്ക്ക് നേരായി കുട്ടികളെ. ഇനി ഒരുങ്ങി കഴിഞ്ഞില്ല അല്ലേ? അല്ല, ഇതും ചുറ്റിയാണോ വരുന്നത്? ഞാൻ വരുന്നില്ല. വാ ചേച്ചി. ഇല്ല, മോള് പോയി വാ. സുഷമ വരൂ. ഈ വേഷത്തിൽ നീ മനോഹരിയാണ്. ആരും നിന്നെ ഇഷ്ടപ്പെടും. എനിക്ക് ചേട്ടന്റെ ഇഷ്ടം മാത്രം മതി. എന്റെ മാത്രം?
മയങ്ങി മയങ്ങി താഴിക ചൂടിയ രാവിൻ ഗോപുര താഴെ താഴെ ഇന്ദുപലം കുളിർന്നാലിയും വെണ്ണിലാത്തിരയൊളിയിൽ ഇന്ദുപലം കുളിർന്നാലിയും വെണ്ണിലാത്തിരയൊളിയിൽ തമ്മിലലിഞ്ഞും താനെ മറന്നു തമ്മിലലിഞ്ഞും താനെ മറന്നു ക്രീഡാലസയാനം താഴിക ചൂടിയ രാവിൻ ഗോപുര താഴെ താഴെ ചിന്നലിൽ ചെങ്ങും ചെങ്ങഴി നീർ ചെണ്ടിൻ മണം തിരഞ്ഞെങ്ങുമേ നാം അലഞ്ഞെങ്ങുമേ തിരഞ്ഞെങ്ങുമേ നാം അലഞ്ഞെങ്ങുമേ ഇനിയെങ്ങോ ഇടം തേടും ഈ യാനം താഴിക ചൂടിയ രാവിൻ ഗോപുര താഴെ താഴെ ഊഴം തിരിയാത്ത കാവൽ നിഴലുകൾ മയങ്ങി മയങ്ങി താഴിക ചൂടിയ രാവിൻ ഗോപുര താഴെ താഴെ രമണി ഇനി സാരി ചുറ്റി നടക്കരുത്. നാട്ടുകാരുടെ മുന്നിൽ കുട്ടിയായി കാണുന്നതാണ് നമുക്ക് നല്ലത്. എന്താ ചേട്ടത്തിമേ, സുഖം തന്നെ? അല്ല, ഇവരോടൊപ്പം വരായിരുന്നില്ലേ? ആ ബോക്സ് ഒക്കെ ഇറക്കണേ. പിന്നെ എന്തൊക്കെയുണ്ട് ചന്ദ്ര നാട്ടിലെ വിശേഷങ്ങൾ? 3 ഇലക്ഷൻ കഴിഞ്ഞു. പഞ്ചായത്ത്, പാർലമെന്റ്, അസംബ്ലി. സുഷമ പറഞ്ഞതാണ് നാട്ടിലെ ഏറ്റവും വലിയ വിശേഷം. ഡാഡി വന്നിരുന്നെങ്കിൽ ഡാഡിക്ക് നിൽക്കാമായിരുന്നു. അപ്പൊ പിന്നെ മമ്മിയോ? മമ്മി വനിതാ വിഭാഗം. ചന്ദ്രമല തടിച്ചിരിക്കുന്നല്ലോ. ഇവിടുന്ന് അവിടുന്ന് ഭക്ഷണം കഴിക്കല്ലേ? ഈ പെണ്ണൊരു വായാടിയാണെന്ന് തോന്നുന്നല്ലോ. രണ്ടുപേരും മോശമല്ല. അമ്മയും ഒട്ടും മോശമല്ല ചന്ദ്ര. എനിക്ക് അത്യാവശ്യമായി ഒരിടം വരെ പോകണം. ഞാൻ വൈകിട്ട് വരാം. ചന്ദ്രന് വേണ്ടി ഞങ്ങൾ കുറെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വേണ്ട, പിന്നെ മതി. അതവിടെ വയ്ക്കും സരസ്വതി. ചന്ദ്രൻ ഇവിടെ തന്നെയുള്ള ആളല്ലേ. അപ്പൊ ഞാൻ വൈകിട്ട് വരാം. നാരങ്ങ വെള്ളം കുടിച്ചിട്ട് പോവാം. വേണ്ട. എന്താ രമണി ഇത്? ഇതൊരാൾക്ക് കൊടുക്കാനുള്ളതല്ലേ?
അഴുക്കാക്കി കൊടുത്താൽ ചന്ദ്രൻ എന്ത് വിചാരിക്കും? ഞാനിത് ചന്ദ്രേട്ടനുണ്ടായി കൊടുക്കട്ടെ. ചന്ദ്രൻ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരില്ലേ? ചന്ദ്രേട്ടൻ എന്താ വീട്ടിൽ വരാത്തത്? ഡാഡിയും അമ്മയും എന്നോടാ തിരക്കുന്നത്. വാ ചേട്ടാ, നമുക്ക് വീട്ടിൽ പോവാം. എനിക്ക് ചന്ദ്രേട്ടനെ കാണാതിരിക്കാൻ വയ്യ. ഞാൻ എല്ലാം ഡാഡിയോട് തുറന്നു പറയും. വേണ്ട, കുട്ടി തീരെ ചെറുപ്പമാണ്. പറയും, പറഞ്ഞേ പറ്റൂ. രമണി വീട്ടിൽ പോയിക്കോളൂ, ഞാൻ നാളെ വരാം. വരണം. ഓഫ് കോഴ്സ്. അല്ല, ചന്ദ്രൻ എന്താ ഇവിടെ ഇരിക്കുന്നത്? ഇവിടെ ആരെയും കാണുന്നില്ല. ആര് പറഞ്ഞു? ഞങ്ങളൊക്കെ മുകളിലുണ്ട്. വാ, മുകളിൽ പോ. ചന്ദ്രൻ ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ വീട്ടിൽ അന്വേഷിച്ചു വരുമായിരുന്നു. ഓഫീസിൽ കുറച്ച് പെൻഡിങ് വർക്ക്. കള്ളം പറയാതെ. ചീട്ടുകളിയിലെ ജോലി? ചീട്ടുകളി മാത്രമേ ഉള്ളൂ? അതോ മലേഷ്യയിൽ ഞങ്ങളെപ്പോലെ? ഹലോ ചന്ദ്രൻ, വരൂ, ഇരിക്കും. നിനക്കും ഇരിക്കാം. കേട്ടോ ചന്ദ്രൻ, ഇതെന്റെ ഒരു ശീലമായി. ഇടയ്ക്കിടയ്ക്ക് ഇവളും കമ്പനി ചേരും. കുട്ടികളെ താഴെ വിട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ അങ്ങ് കൂടും. യു കെയിം അറ്റ് കറക്റ്റ് ടൈം. വേണ്ട. ഓ, എന്റെ കൂടെ കുടിക്കുന്നതിനാണോ? അങ്ങനെയൊന്നുമില്ലെന്നേ. ഐ ആം ഗെയിം. കേട്ടോ ചന്ദ്ര, മലേഷ്യയിൽ ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ അടുത്ത് താമസിക്കുന്നവർ പാലക്കാരാ. അവർ അച്ഛനും മക്കളും ഒന്നിച്ചിരുന്ന് മദ്യപിക്കും. കാണാൻ എന്ത് രസമാ. ഓ, അത് കണ്ടാണോ നീയും തുടങ്ങിയത്? പിന്നെ അവിടെ എല്ലാരും അങ്ങനെയല്ലേ? കണ്ടോ കണ്ടോ ചന്ദ്ര, ഇത് സ്ത്രീകളുടെ മാത്രം കഴിവാണ്. ഓരോന്നിനും ഓരോ എക്സ്ക്യൂസ്. ഇവൾ എന്നെക്കായാലും കൂടുതൽ കുടിക്കുമെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചന്ദ്രനോട് പറയുന്നത്? ചന്ദ്രന് നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞൂടെ? അതിരിക്കട്ടെ. യു വോണ്ട് ബിയർ? നോ അങ്കിൾ. ഞാൻ നിർബന്ധിക്കുന്നില്ല. ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ ഗേൾ. ഇത്ര ചെറുപ്പത്തിൽ. ചന്ദ്രൻ എന്താ ചെറുപ്പം? പെണ്ണ് കെട്ടില്ലെന്ന് പറഞ്ഞ് നടക്കുകയല്ലേ? എന്താ തീരുമാനത്തിൽ വല്ല മാറ്റമുണ്ടോ? നീ അതും ഇതും പറയാതെ പോയി ഊണ് വിളമ്പ്. ചന്ദ്ര, നന്ദി വാക്ക് പറയാന്ന് വിചാരിക്കരുത്. മക്കളുടെ ഓരോ എഴുത്തു വരുമ്പോഴും ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സുരക്ഷിതത്വം ചന്ദ്രന്റെ കൂടെ അവർക്കുള്ളതായി ഞങ്ങൾക്ക് തോന്നാറുണ്ട്. ചന്ദ്രനോട് എന്തിനാ നന്ദി പറയുന്നത്? അനിയത്തിമാരായിട്ട് വേറെ ആരാ ഉള്ളത്? ബൈ ദ ബൈ, ഹൗ ഈസ് കമലം? കമലച്ചേച്ചിയും കുട്ടികളും അടുത്ത ആഴ്ച വരുന്നുണ്ട്. ബ്രദറിൻലോ ഓൾ ഇന്ത്യ ടൂറിൽ. നീ താഴെ പോയി എന്തെങ്കിലും കഴിക്കാനെടുക്ക സരസ്വതി. ഞങ്ങൾ ഇതാ വരുന്നു. ഡാഡി, എന്താ മോളെ? come on tell me. ഒന്നുമില്ല. മോളെ ഡാഡിയുടെ കൂടെ നടക്കാൻ വരുന്നോ?
ചേച്ചി മോളെ പുറത്തു പോ. ഞാൻ പറയുന്നത് അനുസരിക്കുന്ന മോക്ക് നല്ലത്. വയ്യ മമ്മി. നിന്റെ ഭാവി നീ ഓർക്കുന്നുണ്ടോ? മമ്മി പ്ലീസ്. മോളെ, നീ ചെറുപ്പമാ. അറിയാതെ പറ്റിയ തെറ്റ് തിരുത്തുന്നതിന് അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യാം. അത് ദൈവം പോലും പൊറുക്കും. നാട്ടുകാരിതറിഞ്ഞാൽ നമ്മൾ എങ്ങനെ ജീവിക്കും മോളെ? നാളെ രാവിലെ നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകും. ഒരു കുഴപ്പവും ഉണ്ടാവില്ല. മോളതിൽ ഒട്ടും ദുഃഖിക്കണ്ട. ഞാൻ ഒരിടത്തും വരില്ല. മരിച്ചാലും മമ്മി പറയുന്ന അനുസരിക്കില്ല. ഇല്ല, ഞാൻ നീ പറഞ്ഞ അനുസരിക്കില്ലേ? ഇത്രയും വലിയ ക്രൂരനാണ് നീയെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. മറ്റാരായിരുന്നാലും ഞാൻ സഹിച്ചേനെ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്കൊരു തെറ്റുപറ്റി. മനഃപൂർവ്വമായിരുന്നില്ല. ഇനിയിപ്പോ മാപ്പ് ചോദിക്കുന്നതിലും അർത്ഥമില്ല. രമണിയുടെ പ്രായം ചന്ദ്രൻ അറിയാമല്ലോ. അവൾക്കത് മനസ്സിലാവുന്നില്ല. വൃത്തികെട്ട നിന്നെ ഇപ്പോഴും അവൾ സ്നേഹിക്കുന്നു. രമണിയുടെ അച്ഛൻ ഇവിടെ വരാത്തെന്താണെന്ന് ചന്ദ്രൻ അറിയാമല്ലോ. നിന്നെ അത്രയ്ക്ക് വിശ്വസിച്ച കുറ്റബോധം കൊണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും എന്റെ തെറ്റിന് പരിഹാരമാവില്ല. അവൾ നിന്നെ മാത്രമേ വിവാഹം ചെയ്യൂന്ന് പറയുന്നു. എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയി ഒരു ഡോക്ടറെ കാണിക്കാമെന്ന് വെച്ചാൽ ആ നിമിഷം മരിക്കുമെന്ന്. ഞാനൊന്ന് പറഞ്ഞു നോക്കാം. വേണ്ട, നീ ഇനി അവളോടൊന്നും സംസാരിക്കണ്ട. ഒരു ഉപകാരം മാത്രം ചെയ്താൽ മതി. നീ അവളെ കാണരുത്. കുറച്ചുകാലം നിന്നെ കാണാതിരുന്നാൽ രമണിയുടെ മനസ്സ് മാറിയേക്കും. ശരി, ഞാൻ മാറി നിൽക്കാം.
രമണി, മമ്മി പറയുന്നത് അനുസരിക്കൂ. അത് മാത്രമേ ഉള്ളൂ രക്ഷ. ഞാനിവിടെ കഴിയാം, മരിക്കുന്നത് വരെ. രമണി, വീട്ടിലേക്ക് പോകൂ. ഞാൻ പറയുന്നത് കേൾക്കൂ. ഇല്ല, ഞാൻ പോയില്ല. ആര് പറഞ്ഞാലും അനുസരിക്കില്ല. ചേട്ടനെങ്കിൽ എന്നോട് ദയ കാണിക്കും. രമണി, ഇത്തരം കാര്യങ്ങൾ സാധാരണമാണ്. എനിക്കും നിനക്കും. ശരി, ഞാൻ പോകാം. പക്ഷേ നമ്മുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ചേട്ടനോ മമ്മിക്കോ കഴിയില്ല. എന്താ? എത്ര പറഞ്ഞിട്ടും അവൾ അനുസരിക്കുന്നില്ല. നിങ്ങൾക്കൊന്നും അവളോട് പറഞ്ഞൂടെ? എത്ര നേരമായി തുടങ്ങിയിട്ട്? ഇനിയെങ്കിലും നിർത്തിക്കൂടെ? മോൾ ഇന്ന് എന്തെങ്കിലും കഴിച്ചോ? ഇന്നലെയോ? പോയി എന്തെങ്കിലും കഴിക്കൂ. വരൂ മോളെ, വരുന്ന്. ദാറ്റ്സ് മൈ ഗേൾ. മോള് കുഞ്ഞായിരുന്നപ്പോ ഡാഡി ഉരുള ഉരുട്ടി തരുമായിരുന്നു. ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ടോ? മോക്ക് ചന്ദ്രനെ അത്രയ്ക്ക് ഇഷ്ടമാണോ? കഴിച്ചു തുടങ്ങും. എന്നിട്ട് മറുപടി പറഞ്ഞാൽ മതി. നിങ്ങളെ ഇവിടെ ഒറ്റയ്ക്കാക്കിയത് അച്ഛന്റെ തെറ്റാണ്. പക്ഷേ അതിന് ഇത്ര വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ ഓർത്തില്ല. ചന്ദ്രനെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ മോളാണോ ഇപ്പൊ ഈ ചെറിയ കാര്യത്തിന് കരയുന്നത്? കുട്ടികളെ പോലെ ആവാതിരുന്ന് ഊണ് കഴിക്കും മോളെ. അല്പം മുൻപ് ഞാൻ ചന്ദ്രനെ കണ്ടു. വരുന്ന ആഴ്ചയിൽ നിങ്ങളുടെ വിവാഹം നടക്കും. വളരെ കുറച്ചാളുകളെ മാത്രമേ വിവാഹത്തിന് ക്ഷണിക്കുന്നുള്ളൂ. എന്റെ മോക്കത് ഇഷ്ടമാകുമോ? മമ്മി വിവാഹത്തെ നന്നായി എതിർത്തതാണ്. എന്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് ഡാഡി സമ്മതിച്ചത്. വിവാഹം നടക്കുമ്പോൾ എനിക്ക് 16ഉം ചന്ദ്രയ്ക്ക് 35ഉമായിരുന്നു പ്രായം. എന്റെ ഹീറോ ആയിരുന്നു ചന്ദ്രയ്ക്ക്. ഞാൻ വായിച്ചിട്ടുള്ള പല കഥകളിലെയും പെൺകുട്ടികളെ പോലെ എന്റെ ഗർഭത്തെ ഞാൻ അതിരറ്റ് സ്നേഹിച്ചു. എനിക്കൊരു കുട്ടി പിറക്കുന്നത്, അവനെ താലോലിക്കുന്നത് എല്ലാം ഞാൻ സ്വപ്നം കണ്ടു. ടേക്ക് ഇറ്റ് ഈസി രമണി. ആദ്യ ഗർഭം അലസി പോവുക എന്നത് പലർക്കും സാധാരണമാണ്. ശരീരം സൂക്ഷിക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും ഇത് സംഭവിക്കുന്നത്. അതിന് രമണി ഇവിടെ ജോലിയൊന്നും ചെയ്യാറില്ലല്ലോ ഡോക്ടർ. ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ആദ്യം മുതൽക്കേ ഞാൻ ചെക്കപ്പ് ചെയ്യാം. ഞാൻ ഇറങ്ങട്ടെ. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ആദ്യത്തേത് അബോർട്ടായി പോയാൽ കല്യാണം കഴിഞ്ഞ് ആർക്കും ദുഃഖം തോന്നും. പക്ഷെ ഇത്ര ചെറുപ്പത്തിലെ നീ ഇങ്ങനെ വയറുന്തി നടക്കുന്നത് കാണാൻ എനിക്കിഷ്ടമല്ല. എന്തോ അതിനുശേഷം ഞാൻ ഗർഭം ധരിച്ചിട്ടില്ല. ആ മോഹവും അങ്ങനെ തളർന്നു പോയി. ചേട്ടൻ നന്നായി കുടിച്ചിരിക്കല്ലേ? ഏയ്, ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല. പിന്നെന്തേ ഞാറുന്നത്? അരിഷ്ടം, ദശമൂല അരിഷ്ടം. എന്താ ഇത്? ചേട്ടൻ്റെ അടുത്ത് കുടിച്ചിട്ട് വണ്ടി ഓടിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഞാൻ കുടിച്ചിട്ടില്ല. ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നീ അത് വിശ്വസിക്കണം. Do you understand? ഹലോ, നോ, റോങ് നമ്പർ. Hello? Yes? 231 here? Hello? Hello?
ഹലോ, ചന്ദ്രൻ ഹിയർ. എന്തിനാ നീ ഇടയ്ക്കിടെ വിളിക്കുന്നത്? ഞാൻ വരുമെന്ന് പറഞ്ഞാൽ വരും. വെറുതെ ബഹളം വെക്കാതെ. മമ്മി അടുത്ത് എങ്ങനെ ഉണ്ടോ? അടങ്ങിയിരിക്കണ്ട മോളെ. എടാ നായിന്റെ മോനെ, ഞാൻ പറയുന്നത് കേൾക്ക്. ഞാനിപ്പോ പുറത്തേക്ക് ഇറങ്ങുകയാ. കുറച്ച് പർച്ചേസ് ഉണ്ട്. നാളെ വെളുപ്പിന് 5 മണിക്ക് പുറപ്പെടും. ഹോട്ടലിൽ കാണാം. ഓക്കെ? ഞാൻ കൂടെ നാളെ വരട്ടെ. അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഞാൻ മീറ്റിങ്ങിന്റെ തിരക്കിലുമായിരിക്കും. ഞാൻ മുറിയിൽ ഒറ്റയ്ക്ക് ഇരുന്നോളാം. എങ്കിൽ കൂടെ പോന്നോ? പറഞ്ഞാൽ കേൾക്കുന്ന ശീലം പണ്ടേ ഇല്ലല്ലോ. ചേട്ടന് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ വരുന്നില്ല. ജാടയൊന്നും വേണ്ട. വെളുപ്പിന് 5 മണിക്ക് ഒരുങ്ങിക്കും. ആ സാരി വേണ്ട, വേറെന്തെങ്കിലും എടുത്തു വയ്ക്കും. ചേട്ടന് ഇഷ്ടപ്പെട്ട് വാങ്ങിയതല്ലേ, എനിക്ക് ഇതാ ഇഷ്ടം. എങ്ങനെയുണ്ട്? ദൈവങ്ങളുടെ ഒരു ഭാഗ്യം. നമുക്ക് അവിടെ പോയി അതുപോലെ നിൽക്കാം. എങ്കിൽ വേണ്ട, മുറിക്കകത്ത് പോയി അതുപോലെ നിൽക്കാം. എപ്പോഴും ഈ വിചാരം മാത്രമേ ഉള്ളൂ. ഹലോ മിസ്റ്റർ ചന്ദ്രശേഖർ. ജസ്റ്റ് ഹാഫ് നോ ബാക്ക്. നിസിയെ കൊണ്ടുവരുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും കൊണ്ടുവരുന്നല്ലോ. നിർബന്ധം പിടിച്ച എന്ത് ചെയ്യാൻ? അല്ല, MD എത്തി? അറിഞ്ഞില്ല. ഞാൻ റൂമിലേക്ക് പോട്ടെ. റൂം നമ്പർ 306. ഓ, സർ. ഹലോ. ഹലോ സർ, MD എത്തിയിട്ടുണ്ട്. രമണി, ഇത് ഞങ്ങളുടെ ഫീൽഡ് ഏജന്റ് മിസ് ആനി ഡിസൂസ്. അവളവിടെ ഒറ്റയ്ക്കല്ലേ? വെളുക്കുന്നവരെ അവൾക്ക് കൂട്ടി നടക്കാമായിരുന്നില്ലേ? ആരൊറ്റയ്ക്ക്? അറിയില്ല അല്ലേ? അതൊക്കെ സംസാരിക്കും. ഇത് ഹോട്ടൽ മുറിയാണ്. ഹോട്ടൽ മുറിയിൽ ഭാര്യ തനിച്ചാക്കി ഭർത്താവിനെ വ്യഭിചരിക്കാമല്ലേ? നാണം കെട്ട. നിന്നോട് മാത്രം സംസാരിച്ച് ഉറങ്ങിയും പ്രേമിച്ചും ഇരിക്കാൻ എന്നെ കിട്ടില്ല. എനിക്ക് എന്റെ വഴിയും എന്റെ ശീലങ്ങളുമുണ്ട്. എന്നെ അനുസരിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും.
എടുത്ത കൈക്ക് അടിച്ചിരിക്കുന്നു. ആവും. ഇതിലും എല്ലാ കാര്യത്തിലും നീ തന്നെയല്ലേ ജയിച്ചിരിക്കുന്നത്. എന്താ മോളെ? എന്താ മോളെ? മോളെ, നിങ്ങൾക്കറിഞ്ഞൂടെ നമ്മുടെ മോളെ? ഇവൾ ചന്ദ്രനുമായി എന്തെങ്കിലും വഴക്കുണ്ടാക്കിയിരിക്കും. കുറച്ചു ദിവസമായി ഇതൊരു പതിവല്ലേ? ഇവളുടെ ഈ മട്ടും ഭാവം കണ്ടാൽ ആരാ കുറ്റപ്പെടുത്താതിരിക്കുന്നത്? ഞാനിന്നിവിടെ കഴിഞ്ഞോട്ടെ ഡാഡി. എന്റെ മോളെ, ഇത് നിന്റെ വീടല്ലേ? നീ ഇവിടെയല്ലേ കഴിയേണ്ടത്, അല്ലേ? സാരി, ടേക്ക് ഇറ്റ് ഈസി. കരയാ വരും. വീണ്ടും പഠിക്കണമെന്ന് അവൾ പറയുന്നു. എന്താ ചന്ദ്രന്റെ അഭിപ്രായം? ശരി, പഠിക്കട്ടെ. കോളേജ് തുറന്നിട്ട് 1 മാസമായില്ലേ? ഇനി ഇവിടെ എങ്ങും അഡ്മിഷൻ കിട്ടില്ല. തിരുവനന്തപുരത്തുള്ള എന്റെ ഒരു സുഹൃത്തിന്റെ ഏർപ്പാടിൽ അഡ്മിഷൻ ശരിയാക്കിയിട്ടുണ്ട്. പക്ഷെ അവിടെ ആവുമ്പോ ഹോസ്റ്റലിൽ താമസിക്കേണ്ടി വരും. ശരി, ആയിക്കോട്ടെ. അല്ല, ചന്ദ്രനെ എതിര് പറയില്ലെന്ന് എനിക്കറിയാം. ഞാൻ ഇറങ്ങട്ടെ. കിടക്കറയിൽ ഒരു ഭാര്യയ്ക്ക് സാധാരണ നൽകാൻ കഴിയുന്നതിൽ കൂടുതൽ ചന്ദ്രൻ എന്നോട് ആവശ്യപ്പെടും. ബലം പ്രയോഗിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ അനുസരിക്കാറുണ്ട്. എന്നിട്ടും എനിക്ക് എതിർക്കാതിരിക്കാൻ കഴിയുന്നില്ല. ചില ആളുകൾ ഇങ്ങനെയൊക്കെയാണ്. അവര് തൃപ്തിപ്പെടാൻ ചെയ്യുന്ന പലതും ഭാര്യയുടെ ഇഷ്ടം നോക്കിയല്ല. നമ്മൾ സെക്സും അതിന്റെ സൈക്കോളജിയും പഠിക്കുന്നവരല്ലേ. കുറെ കൂടെ ബുദ്ധിപരമായി പെരുമാറിയാൽ ചിലപ്പോൾ നേരെയായിന്ന് വരും. എന്തോ എനിക്ക് ആ വിശ്വാസം തീരെയില്ല. എന്നെക്കുറിച്ച് പ്രദീപ് ഒന്നും പറഞ്ഞില്ലേ? ഇല്ല, പ്രദീപിന് അങ്ങനെ ആരോടും അത്ര വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ പ്രദീപിനെ അങ്ങോട്ട് കയറി പ്രേമിച്ച് 2-3 പേരെ എനിക്കറിയാം. അവരെല്ലാം ഇപ്പൊ കല്യാണം കഴിഞ്ഞ് കുട്ടികളുമായിട്ട് കഴിയുക. പൾസ് റെഡിയായില്ലേ? 8:30 വണ്ടി. ഞാനിപ്പോ വരാം, നടന്നോളൂ. കത്ത് വന്നില്ലായിരുന്നെങ്കിൽ മോളെ തനിച്ചു വിട്ടിട്ട് പോയില്ലായിരുന്നു. മറ്റന്നാ വരാം. നാളെ തന്നെ വന്നോളൂ. അമ്മച്ചി വിടില്ല. കഴിയുന്നതും വേഗം വരാം. ഹലോ, ശ്രീവൻ ഡബിൾസ്. പ്രദീപ് ജോണിനെ ഒന്ന് വിളിച്ചിരുന്നു. ഉടനെ മടങ്ങാനാണെങ്കിൽ പിന്നെ എന്തിനാ ഫോൺ ചെയ്തത്? വിരോധമില്ലെങ്കിൽ കുറച്ച് സമയം ഇങ്ങനെ നടക്കാം. പിന്നൊരു കാര്യം, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ മുഖം വലിച്ചിട്ട് വെക്കരുത്. എന്താ? ഇതാണ് എന്റെ ആശ്രമം. ഇവിടെ മനുഷ്യരെ താമസിക്കുന്നു. അവര് താമസിക്കാത്തതാണ് എനിക്കിഷ്ടം. വരൂ.
എന്തിനാ ഇത്രയും വലിയ ഫോർമാലിറ്റീസ്? ഇത് വീടൊന്നും അല്ലല്ലോ. ഞാനിവിടെ നിന്നോളാം. കവിയുടെ ആരാധകരായിരിക്കും ഈ ഓടുന്നത്. പാറ്റയും എലിയും പെരിച്ചാഴിയും എന്റെ രാത്രിയിലെ കൂട്ടുകാരാണ്. എത്ര നാളായി മുറിയിൽ കിടന്നിട്ട്? ആരാ ഇതൊക്കെ ഇത്ര കൃത്യമായി ഓർത്തിരിക്കുന്നത്? ഇരിക്കൂ. ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ. പ്രദീപ് വീട്ടിൽ പോയിട്ട് എത്ര നാളായി? എന്താ വീടിനോട് ഇത്ര വെറുപ്പ്? ചിലർക്ക് വീടൊരു സ്വപ്നമാണ്, ചിലർക്ക് തടവറയും. വീട് എനിക്കൊന്നും ഒരു ശ്മശാനമായിരുന്നു. എനിക്ക് തിരിച്ചറിവായ നാൾ മുതൽ അച്ഛനും അമ്മയും തമ്മിൽ ശത്രുക്കളായിരുന്നു. ഒരവധിക്കാലത്ത് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ ചോരയിൽ കുളിച്ച് ബോധവറ്റ് കിടക്കുന്ന അമ്മയെ കണ്ടു. അച്ഛനെന്നും ക്രൂരനായിരുന്നു. അമ്മയുടെ മരണശേഷം അച്ഛൻ പണം തരും, കടം വീട്ടുന്നത് പോലെ. വിവരങ്ങൾ അന്വേഷിക്കും, ഒരു യന്ത്രത്തെ പോലെ. എനിക്ക് ആരെയും സ്നേഹിക്കാനില്ലായിരുന്നു. പക്ഷെ ഇന്നെനിക്കറിയാം. രമണിക്കറിയോ? വത്സ എന്നോട് ചോദിച്ചു, ഞാൻ നിന്നെ രമണിയെ യഥാർത്ഥത്തിലാണ് സ്നേഹിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു ഒരർത്ഥത്തിലുമല്ലെന്ന്. അതിന്റെ അർത്ഥം എല്ലാ അർത്ഥത്തിലും ഞാൻ രമണിയെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. സ്നേഹിക്കാൻ കഴിയാത്ത അവസ്ഥ നരകമാണ്. എന്താ മോളെ ഇത്? കോളേജിൽ സമരവും മറ്റുമാണോ? പത്രത്തിലൊന്നും അത് കണ്ടില്ലല്ലോ. ഹോസ്റ്റലൊക്കെ എങ്ങനെയുണ്ട് മോളെ? മെസ് എങ്ങനെ? ഇഷ്ടമാണോ മോക്ക്? ഓ, അപ്പൊ ഹോസ്റ്റലിൽ മടുത്തു അല്ലേ? മാഡം എത്തിയിട്ടുണ്ടെന്ന് അമ്മാവൻ ഫോൺ ചെയ്തിരുന്നു. ഒന്ന് മുഖം കാണിക്കാമെന്ന് വെച്ച് വന്നതാ. സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവനെ കാണാൻ ചിലപ്പോ കോളേജിൽ വരും. ഇനി വരുമ്പോ ഹോസ്റ്റലിൽ വന്ന് കാണാം. ഓ ചെല്ല്. രണ്ടുപോലെ ഏത്തപ്പഴം കൂടെ കാഴ്ചവെക്കും. കേരള വണ്ടിയിൽ അഡ്വാൻസ് നോട്ടീസ് ഇല്ലാത്ത വരവല്ലേ? നേരത്തെ ഫിക്സ് ചെയ്തൊരു പാർട്ടിയുണ്ട്, ഒഴിവാക്കാൻ പറ്റില്ല. അനിയത്തി ഉണ്ടല്ലോ. ഹോസ്റ്റൽ ഗോസിപ്പ് പറഞ്ഞിരിക്കട്ടെ, ഞാൻ നേരത്തെ വരാം. ഇന്ന് ഏതായാലും പ്രിയതമനെ മറ്റൊരിടത്തും തങ്ങിക്കാതെ ഞാൻ വീട്ടിലെത്തിക്കാം. എടാ അലവലതി, കൊല്ലന്റെ വീട്ടിൽ തന്നെ വേണോ സൂചി കച്ചവടം? കേറ് കേറ്. മമ്മി എപ്പോഴും വരുമ്പോ ലേറ്റ് ആവാറുണ്ടോ? സായി ഭജനയല്ലേ, തീരുമ്പോഴേ വരൂ. ചിലപ്പോ ചന്ദ്രേട്ടൻ കൊണ്ടുവരും.
ദീപാരാധനയ്ക്ക് സമയമായി, വാ പോവാ. ഞാൻ വരുന്നില്ല, മമ്മി നമുക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. വാ മോളെ, വാശി പിടിക്കാതെ. ഈ പുഴയും പാടവും അമ്പലവും നീയും എനിക്കെന്നും പ്രിയപ്പെട്ടതാണ് മോളെ, നിനക്കതറിയില്ല. മോള് വന്നെന്ന് ചന്ദ്രൻ പറഞ്ഞു. ഹോസ്റ്റൽ ഇഷ്ടപ്പെട്ടില്ലെന്നും പറഞ്ഞു. എന്ന് ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ നിർബന്ധിച്ചിട്ടല്ലോ ഹോസ്റ്റലിലോട്ട് പോയത്. അത് ഞാൻ പറഞ്ഞില്ല. സോറി മാഡം, അടിയന്റെ പഴമനസ്സിൽ തോന്നിയോണ്ട് പറഞ്ഞത്. എന്നാ വാ വീട്ടിൽ പോ. അല്ല, നിങ്ങൾക്കൊല്ല ആഹാരം കഴിക്കണ്ടേ? ചോറ് വിളമ്പാൻ പറയാം. ചേട്ടാ, ഞാൻ കാപ്പി കൊണ്ടുവരാം. ഇങ്ങോട്ട് വാ. ചേട്ടാ, എത്തിക്കാൻ വയ്യല്ലേ? കള്ളൻ. ഒരുപാടായി നോക്കി തീർന്നില്ലേ? നിനക്കിതൊന്നും കാണണമെന്നില്ലേ? അയ്യേ, എനിക്ക് അതല്ലേ തന്നെ. ദിസ് ഇസ് ലൈഫ്, ദി എൻജോയ്മെന്റ്. എനിക്ക് അത്തരത്തിലുള്ള എൻജോയ്മെന്റും വേണ്ട, ആ ലൈഫും വേണ്ട. നമുക്ക് ചുറ്റുമുള്ള ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെയാ കഴിയണത്? നീ പോയി അന്വേഷിക്കും. പൂർണ്ണ സംതൃപ്തി, അതാണ് സെക്സിന്റെ മതം. ഡു യു ഫോളോ മീ? നോ. എങ്കിൽ പോയി കിടന്നോളൂ. ഡോണ്ട് ഡിസ്റ്റർബ് മീ. സോറി ഫോർ ദി ഡിസ്റ്റർബൻസ്. മാഡം ഇന്ന് നല്ല മൂഡിലാണെന്ന് തോന്നുന്നല്ലോ. എങ്കിൽ വാ. ഇത് നീ തന്നെ പാട്, കേൾക്കട്ടെ. എനിക്ക് വയ്യ. എന്നാ ഞാൻ പാടും. കേൾക്കാൻ വേറെ ആളിനെ നോക്കേണ്ടി വരും. ശരി, നീ തന്നെ ആയിക്കോ. റെഡി, 1 2 3 ഗോ. ഒരു ഡയറക്ടർ വന്നിരിക്കുന്നു. കാന്തമൃദുല സ്നേഹമധുമയലഹരികളിൽ മലരും മലരിഞ്ഞിതളുകളിൽ നിറങ്ങൾ നീന്തി, ആ നിറങ്ങൾ നീന്തി. കാന്തമൃദുല സ്നേഹമധുമയലഹരികളിൽ
എനിക്ക് വേണ്ട. ഒരു സിപ്പ് എഴുതാട്ടെ മാഡം. ഐ ടേക്ക് ഇറ്റ് ആസ് ആൻ ഇൻസൾട്ട്. നിങ്ങളാണ് എന്നെ ഇൻസൾട്ട് ചെയ്തത്. എന്നെ ബലാത്സംഗം ചെയ്യാനുള്ള കരുത്ത് നേടാനല്ലേ നിങ്ങൾ കുടിക്കുന്നത്? എനിക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് നീ ഹോസ്റ്റലിൽ പോയി നിൽക്കുന്നതെന്ന് എന്റെ സ്നേഹിതന്മാർ എന്നോട് പറയുന്നു. അതും ഞാൻ സഹിക്കും. സത്യമല്ല അവർ പറയുന്നത്. ഞാൻ ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറുള്ള ഭാര്യയാവാം. പക്ഷെ ഒരു തെരുവ് പെണ്ണായി പെരുമാറാൻ എനിക്കാവില്ല. ഇരിക്കൂ. താൻ എന്താ എന്നോട് പോലും പറയാതെ കടന്നു കളഞ്ഞത്? സാധാരണ പിള്ളേര് ക്ലാസ് ഉള്ളപ്പോ ഹോസ്റ്റലിലും ഇല്ലാത്തപ്പോ വീട്ടിൽ പോലും ആ പതിവ്. താൻ തലതിരിഞ്ഞതാ. തനിക്ക് എന്ത് പറ്റി? ഇവിടെ നിൽക്കുമ്പോ തോന്നും വീട്ടിൽ പോണെന്ന്. വീട്ടിൽ ചെല്ലുമ്പോ എങ്ങോട്ട് പോരുന്നു? താനൊരു വിചിത്ര ജീവിയാണെന്ന് എനിക്ക് നേരത്തെ തോന്നിയതാ. സ്വപ്നം കാണുന്നവർക്ക് ഇതും ഇതിലപ്പുറവും തോന്നും. രാത്രി മുഴുവൻ ഉണർന്നിരിക്കുകയായിരുന്നു. ഉറങ്ങിയില്ലേ? എന്തെന്നാ എഴുതുന്നത്? ഒരു കഥ. കഥ എഴുതാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. ഈ ആഴ്ച അച്ചടിക്കേണ്ടതാണ്. ഞാൻ തിരികെ വരുമ്പോഴേക്കും കിട്ടണം. എന്തിനാ കോഴിക്കോട്ട് പോണത്? പോണ്ട പ്രദീപ്. പോണം. എന്ന് തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല. എപ്പോ വരുന്നു പറഞ്ഞാ എഴുതി വെക്കാം. അത് പറ്റില്ല. ശരി, എഴുതാം. ഓക്കെ. പ്രദീപിന്റെ ഗവേഷണം ചെറുകഥയിലേക്ക് തിരിഞ്ഞോ? ഞാൻ ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. അവൾ മറ്റൊരാളുടെ ഭാര്യയാണ്. ആർക്കും ആരെ വേണമെങ്കിലും സ്നേഹിക്കാം. പക്ഷേ ദുരന്തം സ്വയം ഒരിക്കലാവരുത്.
കാണാൻ ഒരാൾ വന്ന് നിൽക്കുന്നു. കുറച്ചു നേരമായി വന്നിട്ട്. എന്താ വിശേഷിച്ച്? ടൗണിൽ വന്നതാ. സൗകര്യപ്പെട്ടാൽ രമണയെ കാണാമെന്ന് ചന്ദ്രനോട് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് എന്തെങ്കിലും അറിയിക്കാനുണ്ടോ? ഇവിടുത്തെ വിശേഷത്തിന് ഞാൻ കത്തെഴുതാറുണ്ട്. ഇന്നും നാളെ അവധിയല്ലേ? വീട്ടിലേക്കുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം. ഞാൻ വരുന്നില്ല. രതീഷ്, ഇനി എന്റെ കാര്യം അന്വേഷിച്ച് ഇങ്ങോട്ട് വരരുത്. എനിക്കത് ഇഷ്ടമല്ല. ആശ്വാസത്തിനാണ് ഞാൻ കോളേജിലെത്തിയത്. ഹോസ്റ്റലിന്റെ വർണ്ണപ്പയട്ടാർന്ന അന്തരീക്ഷത്തിൽ ജീവിതം എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന എന്റെ ചുറ്റുപാടുമുള്ള കുട്ടികൾക്കിടയിലും ഞാൻ ഒറ്റപ്പെടുന്നു. സ്വന്തം കഥ പ്രദീപിനെ എഴുതി തന്നെ അറിയിക്കണമെന്നത് തന്റെ വാശിയായിരുന്നില്ലേ? പിന്നെന്തിനാ ഇപ്പൊ കിടന്ന് കരയുന്നത്? ഈ കഥ പ്രസിദ്ധീകരിക്കരുതെന്ന് ഞാൻ പ്രദീപിനോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മുഖം കഴി കാപ്പിടിക്കാൻ നോക്ക്. എനിക്ക് വിശപ്പില്ല. എനിക്ക് രമണി. രമണിക്ക് അസാധാരണമായ വ്യക്തിത്വമുണ്ട്. ഒട്ടേറെ കഴിവുകളുണ്ട്. പ്രദീപിന് ആ കുട്ടിയോട് തോന്നിയ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. ഞാനിതിൽ കുറ്റപ്പെടുത്തുന്നില്ല. പ്രദീപിന്റെ ചിന്തയും ചുറ്റുപാടും സ്വതന്ത്രമായിരിക്കാം. പക്ഷെ ഒരു ഭാര്യ ഇവിടെ സ്വതന്ത്രയല്ല. ഇതെല്ലാം മുമ്പും ഞാൻ പ്രദീപിനോട് പറഞ്ഞിട്ടുള്ളതാണ്. എടോ, തന്നെ കാണാൻ താഴെ പ്രദീപ് കാത്തു നിൽക്കുന്നു. ഇല്ല, ഞാൻ കാണുന്നില്ല. ഞാനും പലതവണ പറഞ്ഞു നോക്കി, കേൾക്കുന്നില്ല. ഒന്ന് കാണുക മാത്രം മതിയെന്ന് പറയുന്നു. ഒന്ന് പോയി കാണും. എനിക്ക് വയ്യ വത്സേ. ഇനിയും കാണാൻ കഴിയില്ലെന്ന് പറയും. ശരി, എങ്കിൽ വേണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ ഇങ്ങനെ ഇനി ബുദ്ധിമുട്ടിക്കരുത്.
പ്രദീപിനെ കണ്ടോ? ഇല്ല. എവിടെയായിരുന്നു 2 ദിവസം? ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു. ഹോസ്റ്റലിൽ വെച്ച് കാണാൻ കൂട്ടാക്കാഞ്ഞതുകൊണ്ടാണോ? കുടിക്കുകയായിരുന്നല്ലേ? എനിക്കതറിയാം. ഞാൻ പ്രദീപിനോട് യാത്ര ചോദിക്കാൻ വന്നതാണ്. നാളെ ഞാൻ പോകും. ഇനി തിരിച്ചു വരില്ല. എങ്ങോട്ട്? വീട്ടിലേക്ക് തന്നെ. എന്താ ഇത്ര പെട്ടെന്ന് തീരുമാനിക്കാൻ? അല്ലാതെ നിവൃത്തിയില്ല. ഞാനിവിടെ നിന്നാൽ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ വരും. പ്രദീപിനെങ്കിലും എന്നെ മനസ്സിലാവും. എന്റെ ആദ്യത്തെ തെറ്റ് വിവാഹം കൊണ്ടത് പരിഹരിക്കാമെന്ന് ഞാൻ ആശിച്ചു. ഇനി ഒന്നുകൂടി തെറ്റിയാൽ എന്റെ വീട്, അച്ഛൻ, അനിയത്തി, അവളുടെ ഭാവി, എനിക്ക് വയ്യ. വീട്ടിൽ പോയാൽ ഭർത്താവുമായി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ രമണി കഴിയുമോ? എന്ത്? എനിക്കും അതറിഞ്ഞൂടാ. എന്തിനാണ് അറിഞ്ഞുകൊണ്ടൊരു ഗതികേടിലേക്ക്? രമണി, വേണമെങ്കിൽ നമുക്ക് ഇത്ര അടുത്ത് കാണാതിരിക്കാം. പക്ഷേ രമണി ഇവിടം വിട്ട് പോകാതിരിക്കെങ്കിലും ചെയ്തുകൂടെ? രമണി എന്നെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നില്ലേ? രമണി, നീ എവിടേക്കും പോകുന്നില്ല. പോകാൻ കഴിയുമോ രമണി?
പക്ഷിക്കു ചിറകുമായി നീ പിറകെ വരല്ലേ വരല്ലേ. അവസാനം അവസാന യാത്ര പറഞ്ഞു നീ ഇനിയും വരല്ലേ വരല്ലേ. അവസാനം 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 ഈ യാത്ര അവസാനം 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 ഈ